ഈശോയുടെ പീഡാനുഭവ സന്ദേശം. രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിൻ്റെയും തിരുരക്തത്തിൻ്റെയും വെളിപ്പെടുത്തലുകളുടെ സന്ദേശം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ വിശുദ്ധ കബറിടത്തിങ്കൽ കണ്ടെത്തുകയും മാർപ്പാപ്പയും വിശ്വാസികളായ ചക്രവർത്തികളും ചക്രവർത്തിനികളും ചേർന്ന് ഒരു വെള്ള പേടകത്തിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന സന്ദേശത്തിൻ്റെ പകർപ്പാണിത്. ഹംഗറിയിലെ രാജ്ഞിയായ വിശുദ്ധ എലിസബത്തും വിശുദ്ധ മെറ്റിൽഡയും വിശുദ്ധ ബ്രിജീത്തയും യേശുവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് അറിയുവാൻ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടുന്ന് അവർക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഇപ്രകാരം അരുൾ ചെയ്തു: നിങ്ങളെ മാനസാന്തരപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് ഞാൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നത്. മനുഷ്യർ ദൈവഭക്തരും നീതിനിഷ്ഠരുമായിരുന്ന കഴിഞ്ഞ കാലങ്ങളിൽ വിളവ് സമൃദ്ധമായി ഉണ്ടായിരുന്നു. ഇന്ന് അത് അപര്യാപ്തമാണ്. ധാരാളം വിളവെടുക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞായറാഴ്ചകളിൽ നിങ്ങൾ ജോലി ചെയ്യരുത്. അന്ന് പള്ളിയിൽ പോവുകയും പാപം ക്ഷമിക്കുന്നതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. 6 ദിവസം ചെയ്യാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എന്നാൽ ഒരു ദിവസം ഭക്തികാര്യങ്ങൾക്കായി പാവപ്പെട്ടവനെ സഹായിക്കുന്നതിനും സഭയുടെ കാര്യങ്ങളിൽ സഹകരിക്കുന്നതിനുമായി മാറ്റിവെക്കുക. പീഡാനുഭവത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ. എന്നെ ബന്ധനസ്ഥനാക്കാൻ വന്നത് ആയുധധാരികളായ 150 പടയാളികളായിരുന്നു. 23 പേർ ചേർന്നാണ് എന്നെ ബന്ധിച്ചത്. നീതി നടപ്പാക്കുന്നതിന് 83 പേർ ഉണ്ടായിരുന്നു. അവർ എൻ്റെ തലയിൽ 150 പ്രാവശ്യം അടിക്കുകയും തോളിന് 80 പ്രാവശ്യം ചവിട്ടുകയും ചെയ്തു. എൻ്റെ തലമുടിയിൽ 24 പ്രാവശ്യം കയറുകൊണ്ട് കെട്ടി വലിച്ചാണ് പടയാളികൾ എന്നെ നയിച്ചിരുന്നത്. അവർ എൻ്റെ മുഖത്ത് 180 പ്രാവശ്യം തുപ്പി. എന്നെ അവർ 5480 പ്രാവശ്യം അടിച്ചു. അതിൽ 110 അടികൾ എൻ്റെ തലയിൽ തന്നെയായിരുന്നു. എന്നെ ക്രൂരമായി തള്ളിയിടുകയും തലമുടിക്ക് പിടിച്ച് പൊക്കിയെടുക്കുകയും ചെയ്തു. എൻ്റെ തലയിൽ മുൾമുടി തറയ്ക്കുകയും എൻ്റെ താടിമീശ 23 പ്രാവശ്യം പറിച്ചെടുക്കുകയും ചെയ്തു. മുൾമുടിക്ക് 72 മുള്ളുകൾ ഉണ്ടായിരുന്നു. അവയിൽ 3 മുള്ളുകൾ എൻ്റെ ശിരസിൽ ആഴമായി പതിഞ്ഞു. എന്നെ ചമ്മട്ടി അടിച്ചതിന് ശേഷം ഒരു പരിഹാസ രാജാവായി ചുവന്ന മേലങ്കി അണിയിച്ച് നിന്ദിച്ചു. എൻ്റെ ശരീരത്തിൽ ആകെ 1008 മുറിവുകൾ ഉണ്ടായിരുന്നു. 608 പടയാളികൾ ചേർന്നാണ് എന്നെ കാൽവരിയിലേക്ക് നയിച്ചത്. 3 പടയാളികൾ എനിക്ക് കാവൽ നിന്നു. എന്നെ നിന്ദിക്കുന്നതിന് 1008 പേരുണ്ടായിരുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി 28430 തുള്ളി രക്തം ചിന്തുകയുണ്ടായി. ഞാൻ നിങ്ങൾക്കായി ചൊരിഞ്ഞിട്ടുള്ള രക്തത്തിൻ്റെ ബഹുമാനാർത്ഥം 2 സ്വർഗസ്ഥനായ പിതാവും 2 നന്മ നിറഞ്ഞ മറിയവും 2 ത്രിത്വിക സ്തുതിയും 3 വർഷങ്ങൾക്ക് മുടക്കം കൂടാതെ ചൊല്ലുന്നവർക്ക് ഞാൻ 5 അനുഗ്രഹങ്ങൾ നൽകുന്നതാണ്. കൂടാതെ എല്ലാ പാപത്തിൽ നിന്നും പൂർണ്ണദണ്ഡ വിമോചനം, ശുദ്ധീകരണ സ്ഥലത്തെ വേദനയിൽ നിന്ന് മോചനം, പ്രാർത്ഥന ചൊല്ലി 3 വർഷം പൂർത്തിയാക്കുന്നതിന് മുൻപ് മരിക്കുന്നുവെങ്കിൽ അത് 3 വർഷം തികയുന്നതിന് തുല്യമായിരിക്കും. നിങ്ങളുടെ മരണം യേശുവിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിക്കുന്നതിന് തുല്യമായിരിക്കും. മരണസമയത്ത് നിങ്ങളുടെയും നിങ്ങളുടെ പ്രിയജനത്തിൻ്റെയും ആത്മാക്കളെ 4 തലമുറയോളം സ്വീകരിക്കുവാൻ ഞാൻ പ്രത്യക്ഷപ്പെടുന്നതായിരിക്കും. തിരുസഭയ്ക്കെതിരായി പ്രവർത്തിക്കുകയും എൻ്റെ സന്ദേശത്തെ പുച്ഛിക്കുകയും ചെയ്യുന്നവനെ ഞാൻ ഉപേക്ഷിക്കും. നേരെ മറിച്ച് എൻ്റെ സന്ദേശം കൂടെ കൊണ്ടേ നടക്കുന്നവർ പെട്ടെന്നോ വെള്ളത്തിൽ മുങ്ങിയോ മരിക്കുകയില്ല. പകർച്ചവ്യാധികളിൽ നിന്നും ഇടിമിന്നലിൽ നിന്നും അവരെ ഞാൻ രക്ഷിക്കും. കൂദാശകൾ സ്വീകരിക്കാതെ അവർ മരിക്കുകയില്ല. അനീതി പ്രവർത്തിക്കുന്ന അധികാരികൾ, പരദൂഷകർ, കള്ളസാക്ഷികൾ, ശത്രുക്കൾ എന്നിവയിൽ നിന്ന് ഞാൻ അവരെ സ്വതന്ത്രരാക്കും. ഈ സന്ദേശം കൂടെയുള്ളപ്പോൾ ഗർഭിണികളായ സ്ത്രീകൾക്ക് സുഖപ്രസവമുണ്ടാകും. ഇത് സൂക്ഷിക്കുന്ന വീടുകൾക്ക് യാതൊരു അബദ്ധവും തിന്മയും സംഭവിക്കുകയില്ല. ഇത് കൈവശമുള്ളവർ മരിക്കുന്നതിന് 40 ദിവസം മുൻപ് പരിശുദ്ധ കന്യകാമറിയം അവർക്ക് പ്രത്യക്ഷപ്പെടുന്നതാണ്. ഈ കാര്യം വിശുദ്ധ ഗ്രിഗോറിയോസിനും ഞാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. യേശു നൽകിയ ഈ സന്ദേശം 1890 ഏപ്രിൽ 5 ലിയോ 13 മാർപ്പാപ്പ റോമിൽ വെച്ച് അംഗീകരിച്ചു. ഈ സന്ദേശം വായിച്ച് ഉൾക്കൊണ്ട് ജീവിതത്തിൽ പകർത്തുക. ഇതിൻ്റെ കോപ്പി കൂടെ കൊണ്ട് നടക്കുന്നത് നല്ലതാണ്. കർത്താവായ യേശുവിന് എന്നേക്കും സ്തുതിയുണ്ടായിരിക്കട്ടെ. ആമേൻ. സമർപ്പണ പ്രാർത്ഥന. കാരുണ്യവാനായ യേശുവേ, പാപികളായ ഞങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി അങ്ങ് സഹിച്ച പാടുപിടകളെയും വരിച്ച അടികളെയും വഹിച്ച തിരുമുറിവുകളെയും പ്രതി അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു.
അങ്ങ് ചിന്തിയ 28,430 തുള്ളി തിരുരക്തത്തിൻ്റെ ബഹുമാനാർത്ഥം പ്രാർത്ഥിക്കുന്നവർക്ക് അങ്ങയുടെ വാഗ്ദാനമായ 5 കൃപകളും നൽകി അനുഗ്രഹിക്കണമേ. ഈശോയുടെ തിരുരക്ത സംരക്ഷണ പ്രാർത്ഥന. ഈശോയുടെ മുൾമുടിയിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, പിശാചിൻ്റെ തല തകർക്കണമേ. അത് 10 പ്രാവശ്യം ചൊല്ലുക. ഈശോയുടെ തൃക്കരങ്ങളിൽ നിന്നും ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, പിശാചിൻ്റെ തല തകർക്കണമേ. അത് 10 പ്രാവശ്യം ചൊല്ലുക. ഈശോയുടെ തിരുവിലാവിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, പിശാചിൻ്റെ തല തകർക്കണമേ. 10 പ്രാവശ്യം ചൊല്ലുക. ഈശോയുടെ തൃപ്പാദങ്ങളിൽ നിന്ന് ഒഴുകിയ തിരുരക്തമേ, പിശാചിൻ്റെ തല തകർക്കണമേ എന്ന് 10 പ്രാവശ്യം ചൊല്ലുക. ഈശോയുടെ തിരുശരീരത്തിൽ ഏറ്റുവാങ്ങിയ അടിപ്പിണറുകളാൽ ഞങ്ങളെ രക്ഷിക്കണമേ. 10 പ്രാവശ്യം ചൊല്ലുക. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ എന്ന് 10 പ്രാവശ്യം പറയുക. 3 നന്മ നിറഞ്ഞ മറിയമേ, ഒരു ത്രിത്വൈക സ്തുതിയും ചൊല്ലി കാഴ്ചവെക്കുക. കൂടാതെ ഈശോയുടെ ജ്വലിക്കുന്ന തിരുഹൃദയത്തിൽ നിന്നും ഒഴുകിയിറങ്ങിയ സ്നേഹശക്തിയാൽ ഞങ്ങളെയും ലോകം മുഴുവനും ഉള്ള എല്ലാ മക്കളെയും ശുദ്ധീകരണ ആത്മാക്കളെയും രക്ഷിക്കണമേ എന്ന് 3 പ്രാവശ്യം പ്രാർത്ഥിക്കുക. ഈശോ നേരിട്ട് നൽകിയ ഈ പ്രാർത്ഥന എല്ലാ ദിവസവും ചൊല്ലുന്നവർക്കും കൂടെ കൊണ്ട് നടക്കുന്നവർക്കും ഈശോയുടെ പരിശുദ്ധ അമ്മയുടെയും പ്രത്യേക അനുഗ്രഹവും സംരക്ഷണവും ലഭിക്കുന്നതാണ്. ഈ പ്രാർത്ഥനയ്ക്ക് പരിശുദ്ധ സിംഹാസനത്തിൻ്റെ അംഗീകാരവുമുണ്ട്. ആമേൻ.